ഹലോ ഫ്രണ്ട്സ്, NR നോളജിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പോസ്റ്റ് ഓഫീസിൻ്റെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റിനെ കുറിച്ചിട്ടാണ്. ജനുവരി 2028 ഇതിൻ്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ പോസ്റ്റ് ഓഫീസ് പുറത്തു വിട്ടിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ അപ്ലൈയും കാര്യങ്ങളും ചെയ്യാനുള്ള ഡേറ്റ്, അതായത് ഓൺലൈൻ വൺ ടൈം രജിസ്ട്രേഷൻ വരുന്നത് 31/1/2026 തൊട്ട് 14/2/2026 വരെയാണ് അപ്ലൈയും കാര്യങ്ങളും ചെയ്യാൻ പറ്റുക. ഇതിൻ്റെ ഫീസും കാര്യങ്ങളും അടയ്ക്കേണ്ട ഡേറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2/2/2026 തൊട്ട് 16/2/2026 വരെയാണ് ഓൺലൈനായിട്ട് ഫീസ് അടയ്ക്കേണ്ട ഡേറ്റ്. ഇതിൻ്റെ കറക്ഷൻ, അതായത് നമ്മുടെ ഫോം ഫില്ലപ്പിൻ്റെ സമയത്ത് നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനുള്ള ഡേറ്റ് ഇവർ കൊടുത്തിട്ടുള്ളത് 18/2/2026 തൊട്ട് 19/2/2026 വരെയാണ് അതിനുള്ള ഡേറ്റ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും അത് നോക്കുക. മാക്സിമം എല്ലാവരും കറക്ഷനൊന്നും വരുത്താതെ തന്നെ ചെയ്യാൻ നോക്കുക. അക്ഷയയിലോ അല്ലെങ്കിൽ വല്ല അടുത്തുള്ള വല്ല കഫേകളിലൊക്കെ പോയിട്ട് ഒന്ന് ചെയ്യാൻ നോക്കുക. പിന്നെ ഇതിൻ്റെ സാലറിയും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ BPM എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്റിലേക്ക് ഒരു സാലറി സ്ലാബ് പറയുന്നത് 12,000 തൊട്ട് 29,350 വരെയാണ് ആ പോസ്റ്റിലേക്ക് പറയുന്നത്. ABPM എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് പറയുന്നത് 10,000 തൊട്ട് 24,470 വരെയാണ് അതിലേക്ക് പറയുന്നത്. ഇതിൻ്റെ ഏജ് ലിമിറ്റിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ മിനിമം ഏജ് ലിമിറ്റ് 18 വയസ്സ് തൊട്ട് മാക്സിമം 40 വയസ്സ് വരെയുള്ള ആൾക്കാർക്ക് ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതിൽ SC/ST കാൻഡിഡേറ്റിനാണെങ്കിൽ 5 വയസ്സ് ഇളവുണ്ട്. അതായത് 40 വയസ്സ് തൊട്ട് എന്ന് പറയുമ്പോൾ 45 വയസ്സ് വരെ അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. OBC കാൻഡിഡേറ്റിനാകുമ്പോൾ 3 വയസ്സ് ഇളവുണ്ട്. 3 വയസ്സ് പറയുമ്പോൾ 43 വയസ്സ് വരെ അവർക്ക് അപ്ലൈയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. EWS കാൻഡിഡേറ്റ്, അത് ജനറൽ വിഭാഗത്തിൽപ്പെട്ട കാൻഡിഡേറ്റിന് റിലാക്സേഷനും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ വരുന്നത് പേഴ്സൺ ഡിസേബിലിറ്റീസ്, അതായത് എന്തെങ്കിലും ഡിസേബിലിറ്റീസൊക്കെ ഉള്ള നോർമൽ ആൾക്കാർക്കാണെങ്കിൽ 10 വർഷം വരെ, ജനറൽ കാറ്റഗറിക്ക് ആണെങ്കിൽ 10 വർഷം വരെയും, OBC ഉള്ള ആൾക്കാർക്ക് ഡിസേബിലിറ്റീസ് ഉണ്ടെങ്കിൽ 13 വയസ്സ് വരെയും, SC/ST കാൻഡിഡേറ്റിനാണെങ്കിൽ 15 വയസ്സ് വരെയും ഇളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇത് അപ്ലൈയും കാര്യങ്ങളും ചെയ്യണമെന്ന് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ പോസ്റ്റ് ഓഫീസിൻ്റെ ഒഫീഷ്യൽ സൈറ്റ് india.post.government.in എന്ന് പറഞ്ഞിട്ടുള്ള ഒഫീഷ്യൽ സൈറ്റ് ഉണ്ട്. ഒഫീഷ്യൽ സൈറ്റ് വഴിയാണ് എല്ലാവരും ഇത് അപ്ലൈ ചെയ്യേണ്ടത്. പിന്നെ ഇതിൻ്റെ സെലക്ഷൻ കാറ്റഗറിയും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിസ്റ്റം ജനറേറ്റ് ചെയ്തിട്ടുള്ള മെറിറ്റ് ലിസ്റ്റിൽ പേര് വന്നിട്ടുള്ള ആൾക്കാരെയാണ് സെലക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്യുക. അത് അപ്പോൾ എല്ലാവരും അത് നോക്കുക. ഷോർട്ട് ലിസ്റ്റും കാര്യങ്ങളൊക്കെ ആ സമയത്താണ് ചെയ്യുക. ഇതിന് എക്സാമും കാര്യങ്ങളൊന്നുമില്ല. ഇൻ്റർവ്യൂ വഴിയാവും സെലക്റ്റഡ് ആയ ആൾക്കാരെ അപ്പോയിൻമെൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും അത് നോക്കുക. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളുമാണ് ഇതിൽ അടിയിൽ കൊടുത്തിട്ടുള്ളത്. ഗ്രേഡ് 10 നോക്കുന്നത്. അങ്ങനെ ഗ്രേഡിൻ്റെ കാര്യങ്ങളൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതൊന്ന് നോക്കുക. ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു വേക്കൻസി, നല്ലൊരു ജോബ് തന്നെയാണ് പോസ്റ്റ് ഓഫീസിലെ ജോലി എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല രീതിക്ക് പ്രമോഷനും കാര്യങ്ങളൊക്കെ കിട്ടുന്നൊരു ജോലി തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ലെവലിൽ ഇപ്പോൾ കയറുമ്പോൾ ചെറിയൊരു രീതിക്ക് സാലറിയും കാര്യങ്ങളൊക്കെ കുറവാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഭാവിയിൽ നല്ലൊരു സാലറിയിൽ നല്ലൊരു ജോലിയിൽ ഇരിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും അതുകൊണ്ട് തന്നെ ഇതിന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ കുറേ ആൾക്കാരിപ്പോൾ GDSനെ അപേക്ഷിച്ചിട്ട് ഒന്നും അതിൻ്റെ വിവരങ്ങളൊന്നും കിട്ടിയില്ല, പിന്നെ അതുപോലെ അവർ ഫേക്കാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട്. ആ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഞാൻ ഇപ്പോൾ നിലവിലിപ്പോൾ നാട്ടിലെ കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള പോസ്റ്റ് ഓഫീസിലൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും. ചെറിയ വയസ്സുള്ള ആൾക്കാരാണ് ഇപ്പോൾ പോസ്റ്റ് ഓഫീസിലൊക്കെ ജോലി ചെയ്യുന്നത്. അപ്പോൾ അവർക്കൊക്കെ ഇപ്പോൾ ഇതേപോലെ GDSൽ അപ്ലൈ ചെയ്ത് അവർക്ക് ജോലി അതിൽ നിന്ന് വിളിച്ചിട്ട് തന്നെയാണ് അവർക്കൊക്കെ അതിൽ ജോലി കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും അത് മാത്രം ആലോചിക്കുക. ഇതിന് ഫേക്കാണോ അല്ല, അതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല. നമ്മൾ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മളതിന് അപ്ലൈ ചെയ്യുന്നു, നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ വിട്ട് കളയുക. നമ്മളെത്ര ഇതേമാതിരി പൈസ കൊണ്ടുപോയി കളയുന്നു. ചിലപ്പോൾ ഈ ചാൻസിൽ നമുക്കൊരു ജോലി കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യമല്ലേ. അപ്പോൾ എല്ലാവരും അത് മാത്രം നോക്കുക. അപ്ലൈ ചെയ്തിട്ട് കിട്ടാത്തവരാണെങ്കിൽ വീണ്ടും ട്രൈ ചെയ്യുക. അവർക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഒരു നല്ലൊരു ജോലിയിലേക്ക് കയറാൻ കഴിയും. ഒന്നും ചെയ്യാതെ വീട്ടിലിരിക്കുന്ന ആൾക്കാർക്കാണ് എന്നും ആ നിലയിൽ ഇരിക്കാൻ പറ്റുക. എന്തിനെങ്കിലും വേണ്ടി നിങ്ങളിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് എന്തായാലും കിട്ടും. അപ്പോൾ എല്ലാവരും അതിനു വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇത് ഓൺലൈനായിട്ട് അപ്ലൈയും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട കാര്യം പറഞ്ഞു. വൺ ടൈം പ്രൊഫൈലൊക്കെ ഉണ്ടാക്കിയിട്ടാണ് നമുക്ക് അപ്ലൈയും കാര്യങ്ങളും ചെയ്യാം. അപ്പോൾ എല്ലാവരും അതൊന്ന് നോക്കുക. പിന്നെ ഇതിൽ ലോക്കൽ ലാംഗ്വേജിൻ്റെ കാര്യം പറയുന്നുണ്ട്. നമ്മൾ കേരളത്തിലെ ലോക്കൽ ലാംഗ്വേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മലയാളം എന്ന് പറഞ്ഞിട്ടുള്ള ഇതിലാണ് ലോക്കൽ ലാംഗ്വേജ് പറയുന്നത്. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. കേരളവും ലക്ഷദ്വീപ് ആൻഡ് മാഹി മലയാളമാണ് ലോക്കൽ ലാംഗ്വേജ് പറയുന്നത്. അപ്പോൾ അതൊന്നും വെറീഡ് ആവേണ്ട ആവശ്യമില്ല. അതൊക്കെ എല്ലാവർക്കും സെറ്റാണ്. കേരളത്തിലുള്ള ആൾക്കാർക്ക് എന്തായാലും മലയാളം അറിയാമല്ലോ. അപ്പോൾ എല്ലാവരും അത് നോക്കിയിട്ട് അപ്ലൈയും കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇനി പുതിയ ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരും. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബും കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.